ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ മുടി വെട്ടാൻ പോവുകയാണ്. സോ അവിടെ നമ്മളെന്തായാലും കടയിൽ പോയി മുടി വെട്ടിയിട്ട് അങ്ങനെ ഫുഡ് അടിച്ച് വരാനാണ് പ്ലാൻ. സോ എന്തായാലും പോട്ടെ ഗൈസ്. നടന്നാണ് കേട്ടോ കടയിൽ മുടി വെട്ടാനായിട്ട്. സോ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും വെട്ടിയിട്ട് കാണാം. അപ്പുറത്ത് വെട്ടുണ്ട്. മുടി വെട്ടി സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. അബി സീനായിട്ടുണ്ട് ഗൈസ്, കണ്ടോ സൈഡിൽ സീനാണ്. സോ ഞാനും മുടി വെട്ടി താടിയൊക്കെ സെറ്റായിട്ടൊന്ന് ട്രിം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ പോയി ഡിന്നർ കഴിക്കട്ടെ. ജസ്റ്റ് നമ്മളങ്ങനെ ഹോട്ടൽ എവറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും പോയി കഴിക്കാം. നമ്മൾ ഡിന്നറിന് ചിക്കൻ കൊത്ത് പറഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും കഴിക്കട്ടെ ഗൈസ്. ഇന്ന് നമുക്ക് കിട്ടിയ നല്ല സീൻ കൊത്തു പൊറോട്ട ഉണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ട് കണ്ടോ. പൊറോട്ട ഉള്ളത് തന്നെ അറിയില്ല അല്ല ബി. നമ്മളിവിടെ എവറസ്റ്റിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കുത്താണ് കേട്ടോ. മൊത്തത്തിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം പൊറോട്ട ഉണ്ടെന്ന് അറിയില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് സീനായിരുന്നു. ഹോട്ടൽ എവറസ്റ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ എവറസ്റ്റ് ഹോട്ടൽ നമ്മൾ പണ്ട് പോയ പോലെ അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ പോയ പോലെ അല്ല. ഇപ്പോൾ ഫുൾ ടർന്ന് പോയിട്ടൊരു സീനായി കഴുകാനായിട്ട് എൻ്റെ ബേസിനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു കടയിൽ ജസ്റ്റ് ഒന്ന് കയറി ചിക്കൻ കഴിച്ചോ. ഈ ഒരു കടയിൽ കുറേ നാളായി നമ്മൾ വറക്കണ കാണുന്നു. സോ ജസ്റ്റ് ഒന്ന് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ച് കയറാം. സോ കഴിച്ചിട്ട് നമ്മുടെ 100 ഗ്രാം ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചോക്കട്ടെ. നല്ല ചൂടാണ്. അടിപൊളിയായിട്ടുണ്ട് നൈസ്. നമ്മൾ ഇതുവരെ കയറി ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ല, പക്ഷെ കാണാൻ നല്ല സോഫ്റ്റായിട്ടും ജ്യൂസിയും, പക്ഷെ നല്ല ചൂട്. നമ്മളങ്ങനെ ഫുഡ് മൊത്തത്തിൽ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ റോഡിൻ്റെ നടുവിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വണ്ടിയില്ല, ഒന്നുമില്ല. ബാക്കിലൊരു ബൈക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സമയം 10 മണി കറക്റ്റ് ആവണുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ഭയങ്കര ശാന്തതയാണ് ഗൈസ്. മുമ്പ് സാധാരണ ദിവസം എങ്ങനെയൊന്നല്ല, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. കണ്ടോ ഭയങ്കര വിജനമായി കിടക്കണം, ആരുമില്ല. ഇവിടെ ഈ ഒരു കട മാത്രമേ ആകെ തുറന്നിട്ടുള്ളൂ, ബാക്കി ഫുൾ ബ്ലാക്ക്. നമ്മളങ്ങനെ മുടി വെട്ടി ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് തോന്നുന്നു. ഒന്നര നാളെ രാവിലെ എനിക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണിച്ചത്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇതാണോ നമ്മുടെ മുടി ഇങ്ങനെയാണോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി പോയി സെറ്റാക്കിയത് ഇതിങ്ങനെയാണ്. ഇങ്ങനെ സെറ്റ് നമുക്ക് സെറ്റല്ല ഗൈസ്. സോ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണി. സോ അത് ചെറിയ രീതിയിൽ നമ്മുടെ സൂര്യനെണ്ണൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. സോ നമ്മൾ 6 മണിക്ക് എഴുന്നേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് വെല്ലൂർ പോകണം, VIT പോകണം. നമുക്കിന്ന് ഫെയർവെല്ലുണ്ട്. സോ സാധാരണ എല്ലാ കോളേജിലും കോഴ്സ് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഫെയർവെൽ വയ്ക്കുക. പക്ഷേ നമ്മുടെ VITയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ നേരത്തെ തന്നെ ഫെയർവെല്ലും പിന്നെ ചാൻസലേഴ്സ് ഡിന്നർ എന്ന് പറഞ്ഞിട്ട് അവിടെ വക ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈസുള്ള ചെറിയ രീതിയിലുള്ള ഫെയർവെല്ലും പിന്നെ അതിന് ശേഷം നമുക്ക് കോൺവെക്കേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഫെയർവെൽ. സോ അതിന് വേണ്ടിയായിരുന്നു നമ്മൾ അന്ന് ചെന്നൈ സിൽച്ച പോയി സൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തത്, ഷർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ സെറ്റാണ്, സബരീഷിൻ്റെ വീട്ടിലുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് അവിടെ പോയി അവൻ്റെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഒക്കെ ഇട്ട് റെഡിയായിട്ട് ഫെയർവെല്ലിന് പോകാൻ. അപ്പോൾ എന്തായാലും നമ്മൾ VIT പോകാണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള വലിയ കുറച്ച് ലഗേജ് നമുക്ക് ഹോസ്റ്റലിൽ വെച്ചിട്ട് പോകാനുണ്ട്. കാരണം നമുക്ക് ഇനി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം. സോ അതിന് വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സൂട്ട് കേസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി ഹോസ്റ്റലിൽ വെച്ചിട്ട് പിന്നെ സബരീഷിൻ്റെ വീട്ടിൽ പോകാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് പോകണത്, കാരണം ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വയ്ക്കുക. ഹോസ്റ്റലിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് സബരീഷിൻ്റെ വീട്ടിൽ പോയി ഫെയർവെല്ലിനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് ഫെയർവെല്ലിൽ പോകാനായിട്ട്. സോ ആ വ്ളോഗായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വണ്ടി വരാനായിട്ട് ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കൂടെ നിന്ന് ചായ കുടിക്കാൻ ഒരാളും കൂടി ഉണ്ട്. അല്ല
വണ്ടി മണപ്പിച്ച് മൂത്രമൊഴിക്കും. നോക്ക്, എല്ലാ വണ്ടിയുടെയും ബാക്കിൽ പോയി മൂത്രമൊഴിക്കലാണ് പരിപാടി. ബിസ്ക്കറ്റ് മേടിച്ചാൽ വന്നപ്പോൾ പിന്നാലെ വരുന്ന കേട്ടോ. നമ്മളായിട്ട് മുമ്പിൽ അവനെ പോകണം. നമ്മളാണ് ബിസ്ക്കറ്റ് മേടിച്ചാലെന്ന് പറഞ്ഞു. ഇപ്പോൾ ബിസ്ക്കറ്റ് മേടിക്കാൻ നമ്മളല്ല കൊണ്ടുപോകണം, അവൻ നമ്മളെ കൊണ്ടുപോകാൻ അവനാ നടക്കണേ. ആഹാ നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് ചായ കുടിക്കേണ്ട അവസ്ഥയാണ്. കടയുടെ ഉള്ളിൽ കയറി വരാടാ, ഉള്ളിൽ കയറി വരെയാണ് ദുഷ്ടൻ. പുറത്തിരിക്കാൻ പറഞ്ഞാൽ അവന് പറ്റില്ല. ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടും അവന് പുറത്തിരിക്കാൻ പറ്റില്ല. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പൂരിയും വടിയും കഴിക്കാണ്. ലഗേജ് ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തെങ്കിലും പോയി അബിന് പിക്കപ്പ് ചെയ്യാം. ഈ അപ്പുറത്തെ ഹോസ്റ്റലിൽ ഇറക്കാൻ പോയേക്കും. നമ്മളങ്ങനെ അതേ 11 മണിയായപ്പോൾ നമ്മൾ സപരീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രസ്സ് മാറി സെറ്റായിട്ട് കോളേജ് പോകാം. സോ എന്തായാലും അത് അടുത്ത വ്ളോഗായിട്ട് കാണിച്ചാൽ കേട്ടോ, കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ 4 അടിപൊളി വ്ളോഗ് വരുന്ന എല്ലാവർക്കും ബൈ.